നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് ഏറ്റവും ഉയർന്ന സമയത്ത് വിമാനങ്ങൾ കുറവായതിനാൽ വിമാന നിരക്ക് കുതിച്ചുയർന്നിരുന്നു. മഹാമാരിയുടെ അപ്രതീക്ഷിത തിരിച്ചടി സാമ്പത്തികമായി പ്രവാസികളെ തളർത്തിയതിന് പിന്നാലെയായിരുന്നു വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തിയത്. ഇതെല്ലാം പ്രവാസികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. 2 വർഷത്തിനു ശേഷം അന്താരാഷ്ട്ര വാണിജ്യ വിമാനങ്ങളുടെ വിലക്ക് നീക്കുന്നതായി സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. മഹാമാരിയുടെ സമയത്ത് എല്ലാ സാധാരണ അന്താരാഷ്ട്ര ഫ്ലൈറ്റുകളും നിരോധിച്ചിരുന്നതിനാൽ മറ്റു രാജ്യങ്ങളുമായുള്ള എയർ ബബിൾ പ്രോഗ്രാമുകൾക്ക് കീഴിലാണ് ഇന്ത്യൻ വിമാനങ്ങൾ സർവീസ് നടത്തുന്നത്. ലോകമെമ്പാടുമുള്ള എയർലൈനുകളിൽ പരിമിതമായ കപ്പാസിറ്റി ഉള്ളതിനാൽ കഴിഞ്ഞ 2 മാസങ്ങളിൽ വിമാന നിരക്ക് കുതിച്ചുയർന്നിരുന്നു. ചില റൂട്ടുകളിൽ വിമാന നിരക്ക് 100% വരെയും ഉയർന്നിരുന്നു. എന്നാൽ ഇനി പറയുന്നത് ഒരു സന്തോഷ വാർത്തയാണ്. അന്താരാഷ്ട്ര ടിക്കറ്റ് നിരക്കുകൾ സമീപഭാവിയിൽ 40% കുറഞ്ഞേക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഫ്ലൈറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും പതിവ് അന്താരാഷ്ട്ര വിമാനയാത്ര പുനരാരംഭിക്കാനും ഇന്ത്യൻ സർക്കാരിന്റെ തീരുമാനത്തിന് ശേഷമാണ് വിമാന നിരക്ക് 40% കുറയാൻ സാധ്യതയുണ്ടെന്ന് ഇൻഡസ്ട്രി എക്സിക്യൂട്ടീവുകൾ പറയുന്നത്. 2 വർഷത്തെ കോവിഡ് ലോക്ക്ഡൌണുകൾക്കും നിയന്ത്രണങ്ങൾക്കും ശേഷമാണ് യാത്രകൾ പുനരാരംഭിച്ചിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള എയർലൈനുകൾ തങ്ങളുടെ ഫ്ലൈറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും പദ്ധതിയിടുന്നുണ്ട്. അന്താരാഷ്ട്ര ഫ്ലൈറ്റുകൾ താൽക്കാലികമായി നിർത്തിവെച്ചത് ഡിമാൻഡ് സപ്ലൈയിൽ സന്തുലിതാവസ്ഥ സൃഷ്ടിച്ചു. ബബിൾ കരാറുകൾ പ്രകാരം ചില റൂട്ടുകളിൽ അന്താരാഷ്ട്ര യാത്രകൾ ചിലവേറിയതായിരുന്നു എന്നും ട്രാവൽ പോർട്ടൽ ഇൻഡിഗോയുടെ ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് അലോക് വാജ്പേയി പറയുന്നു. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റുകളുടെ വർധനവും കൂടുതൽ റൂട്ടുകളും വരുന്നതിനാൽ അന്താരാഷ്ട്ര നിരക്കുകൾ കോവിഡിന് മുൻപുള്ള നിലയിലേക്ക് മടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിംഗപ്പൂർ എയർലൈൻസ് നിലവിൽ ഇന്ത്യയിലുടനീളമുള്ള 8 നഗരങ്ങളിൽ നിന്ന് 52 പ്രതിവാര ഫ്ലൈറ്റുകൾ നടത്തുന്നുണ്ട്. മാർച്ച് 21 മുതൽ അഹമ്മദാബാദ്, ചെന്നൈ, ഡൽഹി, കൊച്ചി, മുംബൈ എന്നിവിടങ്ങളിൽ നിന്ന് 61 പ്രതിവാര ഫ്ലൈറ്റുകൾ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.